തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കല്യാണമാണോ? ആഘോഷമാക്കണ്ടേ? ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം. ഡ്രസ്സിന് മാച്ച് ആവണം, മേക്കപ്പിന് ഇണങ്ങണം. ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ്. പണം ആവശ്യപ്പെട്ട വളരാട് സ്വദേശിയായ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ 3 പേർ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ. വളരാട് സ്വദേശിയായ 25-കാരൻ പീച്ചമണ്ണിൽ ഇർഫാനെ വധിക്കുവാൻ ശ്രമിച്ച കേസിൽ പന്തല്ലൂർ ആമക്കാട് സ്വദേശി പാലപ്ര സിയാദ്, വണ്ടൂർ കാപ്പ് കൈപ്പൻചോല സ്വദേശി തറമണ്ണിൽ വീട്ടിൽ നൌഫൽ, പന്തല്ലൂർ കിടങ്ങയം സ്വദേശി കിഴക്കുപറമ്പൻ വീട്ടിൽ അബ്ദുൽ ഹക്ക് എന്നിവരാണ് പാണ്ടിക്കാട് CI വിപിൻ കെ വേണുഗോപാലും സംഘവും പിടികൂടിയത്. കഴിഞ്ഞ 12-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പന്തല്ലൂർ ആമക്കാട് അങ്ങാടിയിൽ വെച്ച് പ്രതികളായ സിയാദ്, നൌഫൽ, അബ്ദുൽ ഹക്ക് എന്നിവർ ചേർന്ന് ഇർഫാന്റെ മൊബൈൽ പിടിച്ചെടുക്കുകയും 10,000 രൂപ ആവശ്യപ്പെടുകയും പണം നൽകാതിരുന്ന ഇർഫാനെ ആക്രമിച്ച് ആമക്കാട് പാലത്തിൽ നിന്നും തള്ളി താഴെയിടുകയും തുടർന്ന് താഴെ വീണ ഇർഫാനെ കല്ലുകൊണ്ടും മരത്തടി കൊണ്ടും ക്രൂരമായി മർദ്ദിച്ച് തലയ്ക്കും നട്ടെല്ലിനും സാരമായി പരിക്കേൽപ്പിക്കുകയും പുഴയിൽ മുക്കി കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 7 ദിവസത്തോളം തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന ഇർഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. പിടിയിലായ ഹക്കും സിയാദും മുമ്പ് കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ടിരുന്ന പ്രതികളായിരുന്നു. പ്രതികളെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി സെക്കൻഡിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. SI ഉണ്ണികൃഷ്ണൻ, SCPOമാരായ സജിത്, ഷൈജു, ഷമീർ, രാജേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.